ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ 2 ദിവസം ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. സോ ഇന്ന് നമുക്ക് നല്ലൊരു മീൻകറി വെക്കാം. ഞാനൊരു കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് വെക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷെ മീൻ സാധനമില്ല, സ്വാഭാവികം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മെയിൻ സാധനം എന്താണെന്ന് മനസ്സിലായല്ലോ, പുളി അതില്ലായിരുന്നു, വാങ്ങിക്കാൻ മറന്നുപോയി. അപ്പോൾ കഴുകി വൃത്തിയാക്കി ചട്ടി വെച്ചതിന് ശേഷം ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണയാണ് ഒഴിക്കേണ്ടത്. എനിക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞാൻ ചുമ്മാ ഇച്ചിരി വെള്ളം ഒഴിച്ചു, ആ സൗണ്ട് കേൾക്കാൻ വേണ്ടി. നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ ഗൈസ്? ഞാൻ പാചകത്തിൽ ഇച്ചിരി സൈക്കോയാണ്. സോ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവ ചേർക്കാം. ശേഷം കുനുകുനാന്നരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. അതൊന്ന് പതുക്കെ കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആ പച്ചമണം മാറുന്ന വരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം കുറച്ച് വെള്ളം ചേർക്കാം. ഇത്രയും പുകയൊക്കെ കാണുമ്പോൾ നമ്മളാരും പേടിക്കരുത് ഗൈസ്, ട്രസ്റ്റ് ദ പ്രോസസ്സ്. അതിനുശേഷം ഈ തക്കാളി ഇട്ടു, അത് ഞാൻ പറയാൻ മറന്നുപോയി. പുളി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് തക്കാളി ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനിടാം. അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇടാം. എന്നിട്ട് അത് നടച്ചു വെച്ചിട്ട് നന്നായി തിളപ്പിക്കുക. അതിനുശേഷം ഗൈസ്, മീൻകറി കണ്ടോ, പുള്ളിയുടെ ഒരു നല്ല കുറവുണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ പിറ്റേ ദിവസമാണ് കഴിച്ചത്, വീഡിയോ എടുക്കാൻ മറന്നുപോയി. സോ ഗൈസ്, കണ്ടപ്പോഴത്തേക്കും കഴിക്കാനുള്ള ഒരു ധൃതി കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്.